അപ്പോൾ ആദ്യം തുടങ്ങുന്ന വീഡിയോ ടാക്സിയിലല്ല, ഇന്നും ടാക്സിയിലാണ്. ഇന്നിവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് പകലൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇപ്പം പെയ്യുന്നു പറഞ്ഞ് നോക്കി അവസാനം പെയ്യുന്നില്ല. അപ്പം ഞാൻ ഓർത്തു വൈകുന്നേരം ഒന്ന് പോയേക്കാം. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, കുറച്ച് നേരം അവിടെ പോയിരിക്കാം, കുറച്ച് നേരം നടക്കാം. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ അല്ലേ. അപ്പോൾ അവിടെ ടൗണിൽ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്ത് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അവിടെ അടുത്തൊരു വലിയ പാർക്കുണ്ട്. അപ്പോൾ അത് ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ദിവസം. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് പിള്ളേർ ഒക്കെയാണ് നിറച്ച്. എന്നാലും പതുക്കെ പാർക്കിലേക്ക് കയറുവാണ്. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഇന്ത്യക്കാരത്തെ ആയിട്ട്. ഇനിയിപ്പം വേറൊരു ടൂറിസ്റ്റായിട്ടോ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വെറുതെ ഈ പാർക്കിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ല, ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ആ സൈഡിലെങ്ങാണ്ടാണ് പോകും, അപ്പുറത്തെ സൈഡിലെങ്ങാണ്ട് നടക്കണം. അപ്പം ഞാൻ ആ സൈഡിലേക്ക് ഇതിൻ്റെ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടേ പള്ളിയുടെ അപ്പുറത്ത് അവിടെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം പൂവൊക്കെ നട്ടാക്കണമല്ലോ, നിറച്ച് ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്ത്. സമ്മറാകുമ്പം ഈ ഫൗണ്ടെയിനൊക്കെ വർക്ക് ചെയ്യും. ഫുൾ ഫൗണ്ടെയിനൊക്കെ വെള്ളമാവും. അപ്പം മുകളിലേക്ക് കയറുന്നല്ലേ ഉള്ളൂ. ഇത് വേണ്ട, നിറയെ പൂക്കളായിരിക്കും. ഇതേ ചെടിയൊക്കെ നട്ട്, കാരണം വിൻ്ററിലെല്ലാം കരിഞ്ഞു പോകലായിട്ട് എല്ലാം ഓരോ വർഷം മാറ്റി നടാറുണ്ട് ഇവർ. ജമന്തി നട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ജമന്തി ഇവർ അതിൻ്റെ പൂവിൻ്റെ ഇത് പൊടിച്ചിട്ട് അതും അവർ യൂസ് ചെയ്യും. ജമന്തിയുടെ ഉണ്ടോ. മുഴുവൻ ചെറുപ്പക്കാരും മുഴുവനുണ്ട്. സ്കൂളൊക്കെ പൂട്ടിയല്ലോ, സ്കൂൾ അവധിയായല്ലോ. അതുകൊണ്ട് എല്ലാ പിള്ളേരും ഉണ്ട് ഇവിടെ. ബാക്ക് ഗേറ്റ് ആണ് അപ്പുറത്തെ ഗേറ്റ്. ബാക്ക് ഗേറ്റിൽ കൂടി കയറിയിട്ട് നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ കൂടി പുറത്തേക്ക് വന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക്. അടിപൊളി പാർക്കാണ്. ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും വന്ന് വരുമായിരുന്നു ഇവിടെ. വൈകുന്നേരം വന്നിരിക്കുമായിരുന്നു പാർക്കിൽ. എല്ലാവരും പാർക്കിനകത്താണ്. അതുകൊണ്ട് പാർക്കിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് മാറിയത് കണ്ട. ഇവിടെ ആണെങ്കിലും കണ്ട എന്ത് നീറ്റായിട്ടൊക്കെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ഗെയിമോ എല്ലാം ചപ്പ് ചവറ് കുപ്പികൾ എല്ലായിടത്തും ഡസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുണ്ട്, ഇവിടെയൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിനകത്ത് ഇടും. ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് ക്ലീൻ ചെയ്യും. അതൊക്കെ നമ്മൾ അപ്പുറത്തെ ഗേറ്റിൽ കയറിയിട്ട് ഇപ്പുറത്തെ ഗേറ്റിൽ കൂടി ഇറങ്ങി. ജാക്കറ്റ് ഇടില്ല. ഇപ്പോൾ ചെറിയൊരു തണുപ്പ് വൈകുന്നേരം ആയപ്പോൾ. രാത്രി മഴ പെയ്യാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തിറങ്ങി പാർക്ക് ചെയ്ത് നമുക്ക് ജംഗ്ഷനിൽ എന്താ പ്രോഗ്രാം എന്ന് നോക്കാം. നോക്കിയിട്ട് പോവാം. വിശക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ തട്ടുകടകളോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇവരുടെ ഫാസ്റ്റ് ഫുഡ് ഷോപ്സ് ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും എനിക്കിഷ്ടമല്ല. കുക്കാരി ഇഷ്ടമാണ്, പിന്നെ പൊട്ടാറ്റോ ഫില്ലി അതിൻ്റെ പേര് കിട്ടണില്ല, അതും ഇഷ്ടമാണ്. കച്ചാപ്പൂരി ഇഷ്ടമാണ്. പിള്ളേർ കുടികൾ പഠിക്കണം. പബ്ലിക് ഹൗസ് ഹാളിൽ ഗവൺമെൻറ് ഓഫീസ്, അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ്ട് പ്രോഗ്രാമൊക്കെ തന്നെ. കുറേ റിപ്പോർട്ടേഴ്സ് എന്താണ്ട് വന്നിട്ട് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഫോട്ടോയുടെ ക്യാമറയൊക്കെ ആയിട്ട് എന്താ പുറത്ത് സെറ്റ് ചെയ്തേക്കണതാണ്. അത് ചെടികളും ഇതൊക്കെ ആയിട്ട് പാർക്കിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വേണ്ട ഒരു പള്ളി കാണാമോ. ഇതിൻ്റെ ഇടയിൽ കൂടി വേണ്ട പള്ളി. ഇവിടുത്തെ പള്ളിയിൽ നിൽക്കാം. ഇല്ല, ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്തൊക്കെയോ അവിടെ പരിപാടി ഉണ്ടെന്ന് കേൾക്കാൻ പറ്റുമെന്നതിൽ ശബ്ദത്തിൻ്റെ ഇടയിൽ കുറച്ച് നേരം നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യാം. ഇതേ എന്താ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ ആള് കുറവാണ്, ഇതിനും കൂടുതൽ ആളുണ്ട് പാർക്കിൽ. തോന്നും അവിടെ ചെടിയില വെക്കാനും വെള്ള നമുക്ക് അതിനുള്ള ഒരു മനസ്സിലാക്കുന്നു. പിള്ളേരാ മുഴുവൻ അവിടെ. നിങ്ങൾക്ക് പറയണ കേൾക്കണ്ടെന്ന് അറിയില്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അതിൻ്റെ സൈഡിൽ ഒരു പാർക്കുണ്ട്, അങ്ങോട്ട് ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് ഞാൻ പോകുന്നു. ഇവിടെ എന്തോ മിലിറ്ററി ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് മിലിറ്ററിയൊക്കെ വണ്ടികളോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുണ്ട്. മിലിറ്ററിക്കാരൊക്കെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ കാണിക്കാം. ഫോട്ടോ സ്പോട്ട് ഉണ്ടാക്കി വെച്ചാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. മണ്ണിട്ടിട്ട് മൃഗങ്ങളെ
കാണിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പകലെന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ വരണമെന്ന് വെച്ചിട്ട് മഴ വരുമോ എന്നുള്ള ഇതിൽ ഞാൻ വരാതിരുന്നു കാണാൻ. ഓൾറെഡി പോയി തുടങ്ങി. മിനിസ്ട്രിയുടെ ഇതൊക്കെ കൊണ്ടുവന്നു. കാരണം വൈകുന്നേരം ആയപ്പോൾ പോയി തുടങ്ങി. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. ഞാൻ നെയ്ബേഴ്സൊക്കെ ഫോട്ടോ ഇട്ടങ്ങനെ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് തന്നാൽ യൂണിഫോം ചെയ്യാനുള്ള വൈകുന്നേരം ഇറക്കിക്കാമെന്ന് വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി തുടങ്ങി. ഇങ്ങോട്ടൊക്കെ സ്റ്റോളുണ്ടായിരുന്നു. ഫുഡ് സ്റ്റോളോ ഒക്കെ പകല് വരണമായിരുന്നു. പകല് പക്ഷെ മഴ ഇപ്പോൾ വീഴുന്നും പറഞ്ഞ് നിന്നുകൊണ്ടാണ് ഞാൻ മടിച്ച് വരാനായിട്ട്. എന്താണെന്നറിയില്ല, കൊണ്ടുപോയാൽ പൈസ വേണം. എൻ്റെ പൈസ ആയിട്ടില്ല, കാർഡായിട്ടാണ്. അപ്പം അതൊരു പ്രശ്നമാണ് ഈ സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ. നോക്കട്ടെ എന്നാലും എന്താണുള്ളത്. പൈസ കാർഡിൻ്റെ പ്രശ്നമാണ്. കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്താൽ മതിയായിരിക്കും. ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ആൾക്കാരൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഇതാണ് മെയിൻ. എല്ലാ പരിപാടിയും ഇവിടെ നടക്കുന്നത് ഈ സെൻറ്ററിലാട്ടോ. എല്ലാ പരിപാടിയും കേട്ടോ. എല്ലാം ക്രിസ്മസിനാണേലും ന്യൂ ഇയറിനാണേലും എല്ലാ സ്പെഷ്യൽ ഡേയ്സും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഈ തിയേറ്ററിൻ്റെ പുറകു ഭാഗമാണ് ഞാൻ കാണിച്ചത്. എൻ്റെ ഫ്രണ്ടിലാണ് എല്ലാം നടക്കുന്നത്. ഏതൊക്കെയാണ് ഇഷ്ടം പോലെ. ഇതിന് ഭയങ്കര ആ ഒരു ലിബർട്ടി സ്ക്വയറിന് അവിടെ ഭയങ്കര പരിപാടിയായിരുന്നേനെ. ടിബ്ലിസിയിലല്ലാത്തത് കൊണ്ട് എല്ലാ സിറ്റിയിലും ഉണ്ട് കേട്ടോ. ഇവിടെ ടിബ്ലിസി മാത്രമല്ല, എല്ലാ സിറ്റിയിലും ഇതുപോലെ കാണുമ്പോൾ കോട്ടി ഇതുപോലെ ഒരു ചെറിയ സിറ്റിയാണല്ലോ. പെട്രോളിങ് ക്രിക്കറ്റിൻ്റെ ഏരിയ വീണ്ടും ഇത്രേ ഉള്ളൂ സ്ഥലം. അപ്പം നമുക്ക് വേറെ എവിടെ പോകാനില്ല. നമുക്ക് ആ സൈഡ് വിശക്കണം. എന്തെങ്കിലും കിട്ടുമോ നമുക്ക് സ്നാക്കായിട്ട്. നല്ല വിശപ്പുണ്ട്. അതും വാങ്ങിച്ചു തിന്ന് നമുക്കത് അതൊക്കെ നോക്കാം. പറ്റിയൊന്നു കാരിഫോർ നാളെ എനിക്ക് ഒരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ സമയത്ത് കാരിഫോർ ഒരു ഷവർമ്മ കടയാണ്. ഭയങ്കര തിരക്കാണല്ലോ ഷവർമ്മ കടയിൽ. ഇപ്പോഴൊന്നും ഓർഡർ ചെയ്ത തോന്നണില്ല. ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരു ഷവർമ്മ കട വന്നു. ഷവർമ്മ ഓർഡർ ചെയ്തു. എന്താണ് ഞാനും ജോയിന് കെച്ചപ്പ് ചെയ്തില്ല. അപ്പോൾ കെച്ചപ്പ് ഇല്ലാതെ എരിവ് കൂടുതൽ ഇട്ട് ഒരെണ്ണം തരാൻ പറഞ്ഞു. കൂടെ ഒരു ജ്യൂസ്, കാപ്പിയുടെ ആപ്പിൾ ജ്യൂസ്. ഇത് രണ്ടുമാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അകത്തേക്ക് എടുക്കുന്നില്ല, കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഓർമ്മ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വീണ്ടും അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്ന കടകളൊക്കെ ഒന്നും ഉണ്ടാവും തോന്നണില്ല. ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കാരിഫോറിനൊന്നും കാരണമായിരുന്നു. പറ്റിയുണ്ട് എല്ലാം എന്തെങ്കിലും ഇങ്ങോട്ടെങ്കിൽ നോക്കിയിട്ട് അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ടാക്സി എടുത്ത് നേരെ വീട്ടിൽ പോകാമല്ലോ. മണി എത്രയാണെന്ന് അറിയും? മണി 7:30. പക്ഷേ ഇരുട്ടിയിട്ട് 9 മണി കഴിയും ഇപ്പോൾ ഇരുട്ടാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഇപ്പം കാണിക്കാനില്ല. റോഡ് സൈഡ് ചെടിയൊക്കെ വലുതായിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഞാൻ കാണിച്ചാലും കാണൂല. ഇവിടുത്തെ കുറച്ച് ഷോപ്സും കാര്യങ്ങളും ലൈറ്റിൻ്റെ ഒക്കെ ഇതൊക്കെ ഉള്ള ഷോപ്പാണ്. വൈൻ ഷോപ്പ് ഉണ്ട്. വൈനറി കരേബ വൈൻ ഷോപ്പാണ്. വെറൈറ്റി വൈൻസ്. പക്ഷെ ഇന്ന് ഇവർ ഓപ്പണാണ്. ഇന്നത്തെ ദിവസം ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും കള്ളു കുടിക്കണ ദിവസമല്ലേ. ഹോളിഡേ ആണ്. ഇതൊരു ഡെൻറ്റിസ്റ്റിൻ്റെ സ്ഥലമാണ്. ഇതാണ്. അതും ഇന്ന് അവധിയാണ്. ഇതൊക്കെ എക്സ്ചേഞ്ച്, അതും അവധിയാണ്. ഇതൊരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പ്, ബ്രദേഴ്സ് ഫുഡ് കഫേ. അതിനകത്താളുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതിനകത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന്
ഇവിടെ ഞങ്ങൾ വന്നിരിക്കാറുള്ളൊരു ചെറിയ പാർക്കുണ്ടെന്ന്. ആ പാർക്കാണ് ഈ പാർക്ക്. അപ്പം നമ്മൾ കാരിഫോറിന് അങ്ങോട്ട് കയറാൻ പോവുകയാണ്. അതിൻ്റെ പ്രശ്നമുള്ള റോഡ്. അപ്പം ഇനി ആ പാർക്കിൻ്റെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കാരിഫോറിലോട്ട് കയറാനായിട്ട്. മെയിൻ റോട്ടിൽ കയറി കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സീബ്ര ക്രോസിങ് മസ്റ്റാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വാർണിംഗ് വന്നിട്ടുണ്ട്. കാരണം ടിബിലിസിയിൽ എന്തോരം ആക്സിഡൻസ് ആണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ സീബ്ര ക്രോസിങ്ങിലൂടെ ക്രോസ് ചെയ്തില്ലെങ്കിലാണ് പണി. നല്ല പണിയാണ്. പക്ഷേ ക്രോസ് ചെയ്യാനായിട്ട് തന്നെ വണ്ടികൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലും ഒരു വണ്ടി നിന്നാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷെ വണ്ടികൾ നിർത്തി തരും കേട്ടോ. മര്യാദയുള്ള ആൾക്കാരാണ്. നമ്മൾ സീബ്ര ക്രോസിങ്ങിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ അല്ല. എന്തായാലും നമ്മൾ കാലിഫോർണിയത്തേക്ക് കയറുവാണ്. പള്ളി ഇപ്പോൾ ശരിക്കും കാണാവോ നിങ്ങൾക്ക്? കണ്ടോ? കാലിഫോർണിയ നോക്കാം. ഇതാണ് നമ്മുടെ പൂട്ടി മോൾ. ആ ഒരു മോളേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾ ടിബിലിസിലേക്ക് പോണ സമയത്ത് ആ വർഷമാണ് അത് ഇവിടെ സ്റ്റാർട്ടായത്. കാരിഫോറിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ചെറിയൊരു വീഡിയോ ആണ്, ആദ്യം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വന്നപ്പോൾ ലേറ്റായിപ്പോയി. പകൽ ഇറങ്ങാൻ ഇങ്ങനെ മഴ പെയ്യുമെന്ന് നോക്കി നിന്ന് ഇറങ്ങാൻ പറ്റാതിരുന്നോണ്ടേ അതുകൊണ്ട് മടിയായി. വൈകുന്നേരമായി. പക്ഷെ വൈകുന്നേരം നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം വീക്കെൻഡ്സൊക്കെ കഴിഞ്ഞ് വരണം. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉണ്ടോ പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ രസമല്ലേ കാണാൻ. ലൈറ്റിട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പം നാളെ നോക്കിൻ്റെ ആണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇനി വീടുകളിലേക്ക് അങ്ങനെ പിള്ളേരൊന്നും ഇത്രയും ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലേക്കൊക്കെ വരണതാണ് കൂടുതലും ഇവിടെ. കാരണം ഇവിടെ ഒട്ടും പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സിറ്റിയാണത്. പക്ഷേ വെക്കേഷനായി കഴിയുമ്പം പേരൻസൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടാക്കും. മിക്കവാറും തന്നെ ഡാനിക്കുണ്ടുള്ളപ്പോഴും ഡാനിക്കുണ്ട കൂടുതൽ ഫ്രണ്ട്സും വെക്കേഷന് ലൂക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് അവനായിട്ട് അത്ര അടുപ്പം. ലൂക്ക് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഒരു വരണതാണ് വെക്കേഷൻ ടൈമിലാണ് വന്നെ. ഇത് അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് നിക്കോറയിൽ എപ്പോഴും ഈ നമ്മുടെ തേങ്ങയ്ക്കും മാങ്ങയ്ക്കും ഓഫർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. റോഡ് ക്രോസ് ചെയ്യുന്ന പ്രായമുള്ള സ്ത്രീയും കൊച്ചു ആയതുകൊണ്ട് അതാണ് ഇവിടുത്തെ ആൾക്കാർ ഇത്രയും ദൂരമായൊക്കെ വേണേൽ കടന്നു പോകാം. പക്ഷേ അതൊരു മര്യാദ. അതൊക്കെ മര്യാദ ഇവിടെ ജോർജിക്കാർക്കുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടുകാർക്കില്ലാത്ത മര്യാദ. ഇത് എല്ലാം വിൽക്കാനിട്ടേക്കണ വണ്ടികൾ, ആൾക്കാർക്ക് വിൽക്കാനുള്ള വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് റേറ്റും ഇയറും ഒക്കെ എഴുതിയിട്ട് ഈ സ്ഥലത്ത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇത് ഡാനിയുടെ ഡാൻസ് സ്കൂൾ എവിടെയായിരുന്നു? ഇവിടെയാണ് ഡാൻസ് പഠിച്ചിരുന്നത്. ഇങ്ങനെ ഭയങ്കര മര്യാദക്കാരനാണല്ലോ. ആൾക്കാർ വരണേന് മുമ്പ് നിർത്തി കൊടുക്കണൊക്കെ ചെയ്യണം. ക്ലോസ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്. ഇരുട്ടി തുടങ്ങിയപ്പം പതുക്കെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇരുട്ടി തുടങ്ങിയുള്ളൂ, ഇരുട്ടിയിട്ടൊന്നുമില്ല. മനസ്സിലായോ? ആൾക്കാരൊക്കെ പതുക്കെ പോയി തുടങ്ങി. നമ്മുടെ മെയിൻ സിറ്റിയാണ്, മെയിൻ ഏരിയയാണിത്. നമ്മുടെ ആ മെഡിക്കൽ ഷോപ്പ് 24 by 7 ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം മരുന്നൊക്കെ ആണെങ്കിൽ 24 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി വരാവുന്നുള്ളൂ. ഈ സ്ട്രീറ്റ് കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ട്. ഇവിടെയായിരുന്നു, ഈ ജംഗ്ഷനിലായിരുന്നു അതിൻ്റെ പ്രോഗ്രാമൊക്കെ നടന്നിരുന്നത്. പുതിയ വഴി കൂടിയാണ് ഇങ്ങനെ പോണത്. ആരും പരിപാടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് വീണ്ടും ആ മാർക്കറ്റിൻ്റെ ആ മെയിൻ ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ റോട്ടിൽ കൂടി പോയിട്ട് എല്ലാവരും സ്ട്രീറ്റ് എംറ്റി ആയി ടോട്ടലി. അപ്പോൾ ശരിയെന്നാ. ഇനി ഇത് നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കാണിക്കാനുള്ളൂ. അപ്പോൾ ശരിയല്ല, പിന്നെ കാണാം വേറെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഇറങ്ങുമ്പോൾ. ഇപ്പോൾ തിരക്കുള്ള ദിവസം അധികം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നേ. ഇയാൾ പുതിയ വഴി കൂടിയൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടാണോ എന്നറിയില്ല. മെയിൻ റോട്ടിൽ കൂടി ഒന്നും പോകാതെ പുതിയ വഴികളിൽ കൂടിയൊക്കെയാണ് ഇയാൾ പോണത്. അപ്പം വീട്ടിലൊക്കെ ആളുള്ളതാണ്, പക്ഷെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ടോട്ടലി സൈലൻ്റ് ആയിട്ടിരിക്കണേ. ഇതൊക്കെ പഴയ കാലത്തെ റഷ്യയുടെ കാലത്തുള്ള ബിൽഡിങ്സ്. ഈ ബിൽഡിങ്സൊക്കെ
പിന്നീട് ഊടുവഴി പിടിച്ച് പോകണം എന്തിനാണ് തിരക്കില്ലാത്ത ദിവസം എനിക്കറിയാൻ പാടില്ല. ഇയാൾ ഊടുവഴി എടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇതൊരു ഫേർണിച്ചർ ഷോപ്പാണ്, പുതിയതായിട്ട് വന്നതുണ്ട്. ഇതുപോലെ എല്ലാ ഇതിലും ഉണ്ട് കേട്ടോ, എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെ പണിതിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ പിള്ളേർക്ക് വെക്കേഷനിൽ മിക്കവാറും രാത്രികളിൽ കളിക്കാറുണ്ട് പിള്ളേർ. ഇതൊക്കെ കുറേ ഞങ്ങൾ മുന്നിൽ എന്തോരം നടന്നിട്ടുള്ള വഴികളാണ് ഇത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ എല്ലാവരും കൂട്ടിയൊക്കെ പോവുക, ഡെൻറ്റിസ്റ്റും എല്ലാവരും. പക്ഷെ അവർ ഇത്ര ആയില്ല, ഇരുട്ടിയിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാർക്കറ്റിൻ്റെ ജംഗ്ഷനെത്തി വീണ്ടും. അപ്പോൾ ശരി, ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്, ഇനിയിപ്പോൾ ഒന്നും പുതിയത് കാണിക്കാനില്ല. ശരി എന്നാൽ അപ്പം എല്ലാം പറഞ്ഞത്.